ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നാണ് എൻഗേജ്മെൻറ്റ്. ഇന്ന് കുറച്ച് നേരത്തേക്ക് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയത്. പക്ഷേ ഇന്നും ഞാൻ പതിവ് പോലെ ലേറ്റായിട്ടാണ് എണീറ്റത്. അതുകൊണ്ട് ഇനി എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം. ഞാൻ പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇഡ്ഡലിയും ചട്നിയായിരുന്നു. ഇന്ന് ഇടാനുള്ള ഡ്രസ്സ് ഞാൻ തേച്ച് പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തേക്കൽ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻഗേജ്മെൻറ്റ് സ്പെഷ്യൽ ഡ്രസ്സൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കല്യാണത്തിന് അതിൻ്റെ എല്ലാം കൂടെ തീർക്കാം എന്നാണ് വിചാരിക്കുന്നത്. കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കാം. എൻഗേജ്മെൻറ്റ് തൽക്കാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ. അപ്പം ഞാൻ ഈ ഒരു കുർത്തിയാണ് ഇടുന്നത്. ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി റെഡി ആവട്ടെ. വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സമയം പോവും. അപ്പോൾ പോയി റെഡി ആയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയൊന്നുമല്ല ഞാൻ റെഡിയാവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ വേറെയാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഒന്നും നടന്നില്ല. അച്ഛനാണെങ്കിൽ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നിങ്ങളെല്ലാവരും തിരക്കുന്നത്, നിങ്ങൾ മാത്രമാണ് വരാനുള്ളത്, ബാക്കി എല്ലാവരും വന്നു എന്ന് പറഞ്ഞിട്ട്. ചെക്കൻ്റെ വീട് അങ്ങ് പാലക്കാടാണ് കേട്ടോ. അവരൊക്കെ എപ്പോഴേ എത്തി. ഇത്രയും അടുത്ത് കിടക്കുന്ന ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇറങ്ങാൻ നേരത്തോ ഭയങ്കര മഴയായിരുന്നു. ഞങ്ങളൊരു ഓട്ടോയ്ക്കാണ് പോയത്. വീട്ടിൽ നിന്നൊരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിൽ വെച്ചിട്ടാണ്, പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. ഇതാണ് നമ്മുടെ കഥാനായിക. ചേച്ചിയുടെ ഡ്രസ്സിൻ്റെ കളർ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത് പുളിമൂട്ടി എന്നാണ് കേട്ടോ, തൊടുപുഴ പുളിമൂട്ടി എന്നാണ്. ഇതെല്ലാം സെപ്പറേറ്റ് എടുത്തതാണ്. ഈ ഷോളിൻ്റെ അറ്റത്തൊക്കെ ആ ലേസ് വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ്. പിന്നെ ബ്ലൗസ് സ്കേർട്ടിൽ നിന്ന് തുണി എടുത്തിട്ടാണ് ബ്ലൗസ് തയ്ച്ചേക്കുന്നത്. അതിൽ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ ഇങ്ങനെ നുണയും കൊതിയൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ആ സമയത്ത് അപ്പുറേ ചടങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എൻ്റെ അച്ഛനും വെളിച്ചന്മാരും എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പുറം പോയി നിന്ന് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മഴ ചാറുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും മിക്കവാറും അവിടെ നിറയെ ഫോട്ടോഗ്രാഫേഴ്സും പിന്നെ ചേട്ടന്മാരൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചെക്കൻ ദാ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ റിംഗ് എക്സ്ചേഞ്ചിനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ചേച്ചിയുടെ പേര് ശ്രീകല എന്നാണ്. ചേച്ചി ഡോക്ടറാണ്, ഡെന്റിസ്റ്റാണ്, തൊടുപുഴ അല്ലസറിൽ. ചേട്ടൻ്റെ പേര് രഞ്ജിത്ത്. അവരുടെ വീട് പാലക്കാട്, വർക്ക് ചെയ്യണത് ചെന്നൈയിലാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെന്ന് തോന്നുന്നു, എനിക്ക് അത്ര ഉറപ്പില്ല. അപ്പോൾ ചടങ്ങ് നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എനിക്ക് ഇവിടെ നിൽക്കാനേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ആ സൈഡിലൊക്കെ ഫുൾ ഫോട്ടോഗ്രാഫേഴ്സും അതുപോലെ തന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന ചേട്ടന്മാരും അവർ പിള്ളേർ സെറ്റൊക്കെയാണ് നിൽക്കുന്നത്. അവിടെ നിന്നിരുന്നേ കുറച്ചും കൂടി നന്നായിട്ട് എടുക്കാമായിരുന്നു. അപ്പോൾ അവരെല്ലാവരെയും നോക്കി തൊഴുകയാണ്. അപ്പോൾ ചേച്ചി പറയാം, ഇവിടെയും കുറേ പേര് നിൽപ്പുണ്ട്, ഇങ്ങോട്ടും നോക്കുമെന്ന് പറയാണ്. അതാണ് എല്ലാവരും ചിരിക്കുന്നത്. പിന്നെ റിംഗ് എക്സ്ചേഞ്ച് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. കാരണം ഇരുന്നിട്ടാണ് റിംഗ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. ചേച്ചിയുടെ റിങ് നിങ്ങളൊന്ന് കാണിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഞാനത് മറന്നുപോയി. കാരണം കുറച്ച് സ്പെഷ്യലാണ്. സ്പെഷ്യൽ എന്ന് വെച്ചാൽ ചേച്ചിക്ക് ഇങ്ങനെ നോർമലി ഉള്ള എൻഗേജ്മെൻറ്റ് റിങ് ഉണ്ടല്ലോ, ഇങ്ങനെ പേരൊക്കെ എഴുതി, അതത്ര ഇഷ്ടമല്ല. അപ്പോൾ ചേച്ചി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡയമണ്ടിൻ്റെ ഒരു റിങ് വാങ്ങി, ഒരു പൂവിൻ്റെ റിങ്. എന്നിട്ട് ഉള്ളിലാണ് പേര് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ചെക്കനും കൂട്ടരുമൊക്കെ ഒരു 1:30 കഴിഞ്ഞപ്പോഴേക്കും അവർ പോയി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് കഴിക്കാൻ വന്നത്. ഇപ്പോൾ സമയം ഒരു 1:45 ആയിട്ടുണ്ട്. വിശപ്പൊക്കെ പോയി. നമ്മളെപ്പോഴും വിളിക്കാറുള്ള ആളെ തന്നെയാണ് കേട്ടോ സദ്യ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തോ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്നറിയില്ല, എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഫുഡ് അടിയോടുകൂടി നമ്മുടെ വീഡിയോ കഴിഞ്ഞു. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇത്രയൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടാറ്റാ.